ഹായ് ഫാമിലീസ്. അപ്പൊ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഓർഗൻസ റിബൺ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവറിന്റെ ക്ലിപ്പാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസിയാണ് ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓർഗൻസ റിബണിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനും നല്ല സെയിൽ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലുള്ള ഓർഗൻസ റിബൺ ആണ് ആവശ്യം. ഞാൻ ബിഗിനേഴ്സിന്റെ കിറ്റിലൊക്കെ നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ട് ഓർഗൻസ റിബണ്. അപ്പൊ നമുക്കിത് മെഷർ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 2.25 ഇഞ്ചാണ് മെഷർ ചെയ്ത് എടുക്കുന്നത്. ഫസ്റ്റ് ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് 2.25 ഇഞ്ചിന്റെ 5 പീസാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 5 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 5 പീസ് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കത്രിക യൂസ് ചെയ്തിട്ട് ഇതിന്റെ 2 സൈഡിലും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ ഓരോ പ്രാവശ്യം 2.25 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതിലും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിത് ഇതുപോലെ 5 പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ 2 സൈഡും നമുക്ക് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം. ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓർഗൻസ റിബൺ ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് മുഴുവനായിട്ട് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, കയ്യിലൊന്നും ആകാതെ. ഞാനിതുപോലെ ഓരോന്നായിട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്ലോയിൽ ചെയ്ത് എടുത്താൽ മതി. അതുപോലെ ഫയർ പെട്ടെന്ന് തന്നെ നിങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം സൈഡിലൂടെ. ഒരുപാട് നേരം അത് വെച്ച് നിൽക്കാനായിട്ട് പാടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇനി ഇത് 5 എണ്ണം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് സെന്ററിലേക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സെന്ററിലേക്കും ആയിട്ട് കോൺ ഷേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കണം. അപ്പൊ അവിടെ ഒട്ടി നിന്നോളും. നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടി നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഒരു സൈഡിൽ നിന്ന് സെന്ററിലേക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സെന്ററിലേക്കും മടക്കിയതിന് ശേഷം ഓർഗൻസ റിബണ് മേലിലും അതുപോലെ നമ്മുടെ സിഗരറ്റ് ലൈറ്റ് താഴെയും ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടിക്കോളും. കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഞാൻ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മള് അതിന്റെ സെന്ററിലായിട്ട് സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പൊ അത് ഉരുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കോൺ ഷേപ്പിൽ സെറ്റ് ആയിട്ട് നിന്നോളും. ഇതുപോലെ ഞാൻ 5 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 എണ്ണവും ഫ്ലവർ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ നൂലും അതുപോലെ തന്നെ സൂചിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിന്റെ അറ്റത്ത് നിന്നും അതിന്റെ ഓപ്പോസിറ്റ് അറ്റത്തേക്ക് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിന്റെ സെന്ററിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 2 ജോയിന്റ് ചെയ്തിട്ട് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരെ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വലിച്ചു കൊടുത്തിട്ട് അറ്റത്തേക്ക് എത്തിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത അടുത്ത നമ്മുടെ റിബണിന്റെ പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരറ്റത്ത് നിന്നും അതിന്റെ ഓപ്പോസിറ്റ് അറ്റത്തേക്ക് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാം. നമ്മളിവിടെ 5 പീസും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിലും നേരെ സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി 5 പീസും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 5 എണ്ണവും നമ്മുടെ ത്രെഡിന്റെ അറ്റത്തേക്കായിട്ട് ഒരുപോലെ നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അതാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓർഗൻസ റിബൺ ആയതിനാൽ കുറച്ച് ഒതുങ്ങി നിൽക്കാനായിട്ട് പാടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ അത് പ്രസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഇതുപോലെ ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അറ്റത്തേക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഓരോന്നായിട്ട് വൃത്തിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നൂലോട് വലിക്കുമ്പോൾ തന്നെ അത് യോജിച്ച് വരാറുണ്ട്.
അതുപോലെ ഓർഗൻസ റിബൺ വരില്ല. അത് നിങ്ങൾ തന്നെ നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലൂടെ പിറകിലേക്ക് നമ്മൾ നൂല് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈവച്ചിട്ട് ഫ്ലവറിനെ പിടിച്ചിട്ട് പിറകിലേക്ക് നൂല് നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ പിറകു വശത്തായിട്ട് നമുക്ക് കെട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ബാക്കി വരുന്ന നൂലൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആയിട്ട് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിക്കാം. ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് എങ്കിലും കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇതാ ഞാൻ ഫ്ലവർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലവറും കൂടി ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ അതേ കളറുള്ള ഓർഗൻസ റിബൺ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2.25 ഇഞ്ച് അളവിൽ തന്നെയാണ് ഈ ഒരു പീസും ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് അതെടുക്കാം. നമ്മുടെ ക്ലിപ്പിന്റെ ചെറിയ ഫ്ലവർ ആണ് നമ്മളിപ്പോ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഒരു ക്ലിപ്പിന് വേണ്ടി ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡിൽ നിന്ന് സെന്ററിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സെന്ററിലായിട്ട് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക, സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ശ്രദ്ധിക്കുക. സിഗരറ്റ് ലൈറ്റ് താഴെയും അതുപോലെ തന്നെ ഓർഗൻസ റിബൺ മേലായിട്ടും വെച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ കൈയൊന്നും പൊള്ളാതെ ഇരിക്കും, ഇല്ലെങ്കിൽ കയ്യിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല ഇത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ ഓർഗൻസ റിബണിന്റെ സെന്ററിൽ നിന്നുമാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതുപോലെ സെന്ററിൽ നിന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ താഴ്ഭാഗത്ത് വരുന്ന അധികമുള്ള പീസ് ഞാൻ ഇതുപോലെ നേരെ കട്ട് ചെയ്തിട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് എടുത്ത് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ 2 സൈഡും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോക്ക് ചെയ്ത് എടുത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി വരുന്ന പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ത്രെഡിന്റെ അകത്തേക്ക് വലിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ 5 പീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 പീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലവർ ആയിട്ട് അതിനെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. ഇതാ 5 പീസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ വെച്ചിട്ട് പതിയെ പതിയെ അടുപ്പിച്ച് വെച്ചിട്ട് അതിനെ യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നല്ല ഭംഗിയിൽ ത്രെഡിനെ പതിയെ വലിച്ചു കൊടുത്തിട്ട് ഈ 5 എണ്ണം കൂടി നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് ഫ്ലവർ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ത്രെഡ് ചെയ്തതിന്റെ അകത്തൂടെ പുറത്തേക്ക് നമ്മൾ ത്രെഡിനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് അതിന്റെ പിറകു വശത്ത് നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ട് കൊടുക്കാനായിട്ടുണ്ട്. കെട്ടിട്ട് കൊടുക്കണം. നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ല ഫ്ലവർ ഷേപ്പിലായിട്ട് നമ്മുടെ ഫ്ലവറിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കളയുന്നില്ല. പിറകിൽ ലോക്ക് ചെയ്തിട്ടിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫ്ലവറിന്റെ അകത്തുള്ള ചെറിയ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് ഇതുപോലെ ത്രെഡ് ഇട്ടിട്ട് അതിലേക്ക് ഒരു പേള് കോർത്ത് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലെ തന്നെ ഞാൻ പുറത്തെടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ അകത്തായിട്ട് നമ്മുടെ പേൾസ് ഉണ്ടാവും ഫ്ലവറിന്റെ സെന്ററിൽ. ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി കെട്ടിട്ട് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ത്രെഡ്. അപ്പൊ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഫ്ലവർ. ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്ത വലിയ ഫ്ലവറിലേക്ക് നമ്മുടെ ചെറിയ ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് വലിയ ഫ്ലവറിന്റെ അകത്ത് B7000 ഗ്ലൂ ഞാൻ ആക്കി കൊടുത്തിട്ട് ചെറിയ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിക് ടാക് ക്ലിപ്പ് എടുത്തിട്ട് B7000 ഗ്ലൂ അതിലേക്ക്
ആക്കി കൊടുത്തിട്ട് ഞാൻ ഫ്ലവറിനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ ഇതുപോലെ കുറെ കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ് വീഡിയോ കൂടിയാണ് ഇത്. അപ്പൊ ഇത്രയും ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ചെയ്തിട്ട് വർക്കൊക്കെ അയച്ചിരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ എന്നോട് ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.